നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക രംഗത്ത് വൻ മുന്നേറ്റവുമായി UAE. തുടർച്ചയായ 4ാം വർഷവും നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ റെക്കോർഡ്. UAE സ്വന്തമാക്കിയത് കഴിഞ്ഞ വർഷം $4,830 കോടി വിദേശ നിക്ഷേപം. സർക്കാർ സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കി കുവൈറ്റ് സർക്കാർ. സഹൽ ആപ്പിലൂടെ സർക്കാർ കുടിശ്ശികകളും സാമ്പത്തിക ബാധ്യതകളും ഓൺലൈനായി അടയ്ക്കാം. കാനഡയും സൗദി അറേബ്യയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ ശക്തിപ്പെടുത്താൻ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ജിദ്ദയിൽ. ഹരിത ഊർജം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഖനനം, കൃഷി, സുസ്ഥിര വികസനം, ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിൽ വിപുലമായ ചർച്ചകൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ വ്യാപാര, പ്രതിരോധ, സാമ്പത്തിക സഹകരണം ശക്തമാക്കുക ലക്ഷ്യം. ഓസ്ട്രേലിയയുമായി നിർണായക വ്യാപാര കരാർ ഒപ്പുവെച്ച് ഇന്ത്യ. ഇന്ത്യയുടെ ആണവ പദ്ധതിക്കായി ഓസ്ട്രേലിയ യുറേനിയം കൈമാറും. ഓസ്ട്രേലിയയിൽ നിന്നുള്ള യുറേനിയം ഇന്ത്യയുടെ ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് പുതിയ വഴിത്തിരിവ് നൽകുമെന്നും മോദി. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ ഖബറടക്കം നടന്നു. 6 ദിവസമായി നടന്ന വിലാപയാത്രയിൽ ആദരാഞ്ജലി അർപ്പിച്ചത് ദശലക്ഷക്കണക്കിന് ആളുകൾ. ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തി അമേരിക്ക. വിവിധ ഇടങ്ങളിൽ സ്ഫോടനം. ഹോർമൂസിൽ 20 യുദ്ധക്കപ്പൽ വിന്യസിച്ചതായി US സെൻട്രൽ കമാൻഡ്. കപ്പൽ ആക്രമണത്തിനുള്ള തിരിച്ചടിയെന്ന് ട്രംപ്. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ഫ്രാൻസ് മൊറോക്കോ മത്സരം 1:30. ആഗോള സാമ്പത്തിക രംഗത്ത് വൻ മുന്നേറ്റവുമായി UAE. തുടർച്ചയായ 4ാം വർഷവും നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ റെക്കോർഡാണ് UAE സ്വന്തമാക്കിയത്. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച 10 നിക്ഷേപ സൗഹൃദ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാണ് UAE. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ലോകത്തിന് മാതൃകയാവുകയാണ് UAEയുടെ സാമ്പത്തിക നയങ്ങൾ. 2025-ൽ $4,830 കോടി വിദേശ നിക്ഷേപമാണ് രാജ്യം സ്വന്തമാക്കിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 6% മികച്ച വളർച്ചയാണ് ഈ രംഗത്ത് UAE രേഖപ്പെടുത്തിയത്. ആഗോള നിക്ഷേപകരുടെയും അവസരങ്ങളുടെയും പ്രധാന കേന്ദ്രമായി UAE മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് UAE ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പറഞ്ഞു. വരും വർഷങ്ങളിൽ കൂടുതൽ അന്താരാഷ്ട്ര ബ്രാൻഡുകളും നിക്ഷേപകരും UAEയിലേക്ക് എത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. സർക്കാർ സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനാണ് കുവൈറ്റ് ധനമന്ത്രാലയം സർക്കാർ ആപ്ലിക്കേഷനായ സഹൽ ആപ്പിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായി സർക്കാർ കുടിശ്ശികകളും സാമ്പത്തിക ബാധ്യതകളും ഓൺലൈനായി അടയ്ക്കാൻ സാധിക്കും. പുതിയ സംവിധാനത്തിലൂടെ വ്യക്തികൾക്ക് സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ സാമ്പത്തിക കുടിശ്ശികകൾ ഓഫീസുകളിൽ നേരിട്ട് എത്താതെ തന്നെ സഹൽ ആപ്പിലൂടെ സുരക്ഷിതമായി പരിശോധിക്കാനും അടയ്ക്കാനും കഴിയും. ഇതോടെ സേവനങ്ങൾ വേഗത്തിലും കൂടുതൽ കാര്യക്ഷമമായും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന അധികൃതർ അറിയിച്ചു. സർക്കാർ സേവനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കിയ ഈ സൗകര്യം സർക്കാർ ഇടപാടുകൾ കൂടുതൽ എളുപ്പമാക്കാനും സഹായിക്കും. കുവൈറ്റ് വ്യോമ അതിർത്തിക്ക് നേരെ ഇന്ന് പുലർച്ചെ 3 ബാലിസ്റ്റിക് മിസൈലുകളും 1 ക്രൂയിസ് മിസൈലും 10 ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ ആക്രമണ ശ്രമം നടത്തിയതായി പ്രതിരോധ മന്ത്രാലയ ഔദ്യോഗിക വക്താവ് മേജർ ജനറൽ സൗദ് അബ്ദുൾ അസീസ്. ഇവയെല്ലാം തന്നെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നിർവീര്യമാക്കിയതായും അദ്ദേഹം അറിയിച്ചു. ഇവയുടെ അവശിഷ്ടങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചതിനെ തുടർന്ന് ചില സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഒരാൾക്ക് പരിക്കേറ്റതായും അദ്ദേഹം വ്യക്തമാക്കി. പരിക്കേറ്റ വ്യക്തിക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കി വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇയാളുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ്. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും പൗരന്മാരുടെയും പ്രവാസികളുടെയും സുരക്ഷ സംരക്ഷിക്കുന്നതിനുമായി സായുധ സേന ഉയർന്ന ജാഗ്രതയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ ഖബറടക്കം നടന്നു. 6 ദിവസം നീണ്ട വിലാപയാത്രയ്ക്കും വിവിധ ഇടങ്ങളിലെ പൊതുദർശനത്തിനും ശേഷമായിരുന്നു ഖബറടക്കം. ഖമനയുടെ ജന്മസ്ഥലമായ മഷാദിലെ ഇമാം റസ പള്ളിയിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഖമനയോടൊപ്പം കൊല്ലപ്പെട്ട മകന്റെയും പേരക്കുട്ടിയുടെയും ഖബറടക്കവും നടന്നു.
നൂറ്റാണ്ടു കണ്ട ഏറ്റവും വലിയ ജനാവലിയാണ് തങ്ങളുടെ പ്രിയ നേതാവിന്റെ വിലാപയാത്രയിൽ പങ്കെടുത്ത് ആദരാഞ്ജലി അർപ്പിച്ചത്. ആയത്തുള്ള ഖമനിയുടെ ജന്മസ്ഥലമായ മഷാദിലെ ഇമാം റസ പള്ളിയിലെ ഖബറിസ്ഥാനിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഖമനിയോടൊപ്പം കൊല്ലപ്പെട്ട മകന്റെയും പേരക്കുട്ടിയുടെയും ഖബറടക്കവും നടന്നു. നൂറ്റാണ്ടു കണ്ട ഏറ്റവും വലിയ ജനാവലിയാണ് തങ്ങളുടെ പ്രിയ നേതാവിന്റെ വിലാപയാത്രയിൽ പങ്കെടുത്ത് ആദരാഞ്ജലി അർപ്പിച്ചത്. 20 ലക്ഷത്തോളം ജനങ്ങൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തുവെന്നാണ് ഇറാൻ ഭരണകൂടം പുറത്തുവിടുന്ന കണക്കുകൾ. ടെഹ്റാൻ, ഖോം എന്നിവിടങ്ങൾക്ക് പുറമെ ഇറാഖിലെ നജാഫ്, കർബല എന്നീ പുണ്യനഗരങ്ങളിലും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരുന്നു. ഗ്രാൻഡ് മൊസലയിൽ നടന്ന പൊതുദർശനത്തിനിടെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, റഷ്യൻ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ്, അഫ്ഗാൻ താലിബാന്റെ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു. ഇറാഖ്, തുർക്കി, അർമേനിയ, സൗദി, ഖത്തർ, ഒമാൻ തുടങ്ങി വിവിധ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളും വിലാപയാത്രയിൽ പങ്കെടുത്തു. വിദേശകാര്യ സഹമന്ത്രി പാബിത്ര മാർഗരീറ്റയും വിവിധ മതനേതാക്കളും ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ഖമനിയുടെ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനിയുടെ അസാന്നിധ്യം വിലാപയാത്രയിലും സംസ്കാര ചടങ്ങുകളിലും ശ്രദ്ധേയമായി. സുരക്ഷാ കാരണങ്ങളാലാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാത്തതെന്നാണ് വിശദീകരണം. വിലാപയാത്രയുടെ തിക്കിലും തിരക്കിലും പെട്ട 34,000-ഓളം പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 4 മാസങ്ങൾക്ക് മുൻപ് ഫെബ്രുവരിയിലാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ അയത്തുള്ള അലി ഖമനേയിക്കും മകനും പേരക്കുട്ടിയും അടങ്ങുന്ന കുടുംബത്തിനും ജീവൻ നഷ്ടമായത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇന്ത്യ ഓസ്ട്രേലിയ വ്യാപാര, പ്രതിരോധ, സാമ്പത്തിക സഹകരണ കരാർ യാഥാർത്ഥ്യമായി. രാജ്യത്തിന്റെ ആണവോർജ്ജ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഓസ്ട്രേലിയ ഇന്ത്യയ്ക്ക് യുറേനിയം കൈമാറും. മെൽബണിൽ മുൻനിര വ്യാവസായികളുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രവാസി സമൂഹത്തെയും അഭിസംബോധന ചെയ്തു. അടുത്ത 20 വർഷത്തിനുള്ളിൽ ആണവോർജ്ജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിക്ക് കൂടിയാണ് കരാർ അടിത്തറയാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സമാധാനപരമായ ആവശ്യങ്ങൾക്കായി മാത്രമായിരിക്കും ഓസ്ട്രേലിയയിൽ നിന്നുള്ള യുറേനിയം ഇന്ത്യ ഉപയോഗിക്കുക. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന ചിന്താഗതിയാണ് പുതിയ ഇന്ത്യയെ നയിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തിന്റെ ബഹിരാകാശ പരിപാടി ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ആഗോള ബഹിരാകാശ ശക്തി എന്ന നിലയിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് ഇടയിൽ ഗഗൻയാൻ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാസ്പോർട്ടുകൾ നോക്കാതെ ഇന്ത്യ മനുഷ്യരാശിയെ സഹായിക്കുന്നുവെന്നും മോദി പറഞ്ഞു. ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയും ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസത്തെക്കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓസ്ട്രേലിയൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചായിരുന്നു പ്രധാനമന്ത്രി പ്രത്യേകം എടുത്ത് പരാമർശിച്ചത്. ऑपरेशन सिंदूर के दौरान डेमो तो देख ही लिया होगा. धमाके आतंकियों के अड्डों पर हो रहे थे. വ്യാപാര, പ്രതിരോധ, സാമ്പത്തിക മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാനാണ് ഓസ്ട്രേലിയൻ നീക്കം. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ മോദി മുൻനിര വ്യവസായികളുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പർ ഇന്ത്യയിൽ 2800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നും പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ നടത്തിയത് വില കുറഞ്ഞ ആക്ഷേപമാണ്. ദേശാഭിമാനിക്ക് മുൻപ് പല പത്രങ്ങളും ഓഹരി കൈമാറ്റ വാർത്ത കൊടുത്തിട്ടുണ്ട്. കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതാണ് കാണാനിടയായി. ദേശാഭിമാനി ജൂൺ 5 പ്രസിദ്ധീകരിച്ച വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ EP ജയരാജൻ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും ഇക്കാര്യത്തിൽ CPM-ൽ വ്യത്യസ്ത നിലപാടില്ല എന്നും മുൻ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. പാർട്ടിയിൽ ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്നും പാർട്ടിയിലെ ചർച്ചയിൽ വ്യത്യസ്ത നിലപാട് ഉയർന്നിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ CPM-നകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നാഭിപ്രായമോ
ഇത്തരം വിഷയങ്ങൾ നല്ല രൂപത്തിൽ പൊതുജനം ഇതിൻ്റെ പിന്നിൽ അണിനിരന്ന് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർത്ത് അതിനെ മറ്റു രൂപത്തിൽ ചെയ്ത് വിടാനുള്ള ശ്രമങ്ങളുമൊക്കെ പല രൂപത്തിൽ നടക്കാറുണ്ട്. പക്ഷേ ഇ പി ജയരാജൻ ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലേക്ക് പറഞ്ഞ് പാർട്ടി എടുത്ത നിലപാടിൽ നിന്ന് പോയതായി ഞങ്ങളുടെ മുമ്പിലൊരു പ്രശ്നമില്ല. അദ്ദേഹം പാർട്ടി ലൈനിൽ തന്നെ നിന്നുകൊണ്ടാണ് ഇതുവരെയുള്ള കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ എല്ലാ സെക്രട്ടേറിയറ്റുകളിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയുള്ള പാർട്ടിയെ ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ താഴെയുള്ള പാർട്ടിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവിറങ്ങി. PSCയുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കണമെന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിലുണ്ട്. IG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സംസ്ഥാന പോലീസ് മേധാവി തുടർ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. PSCയുടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരണം 6 3 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. 2 പേർക്കായി തിരച്ചിൽ തുടരുന്നു. കള്ളാടി മണ്ണിടിച്ചിലിൽ മേഖലയിൽ മഴ തുടരുന്നത് തിരച്ചിലിന് തിരിച്ചടിയായി. ഇന്ന് സോൺ 3 നടത്തിയ തിരച്ചിലിൽ 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. എഞ്ചിനീയർ ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, എക്സ്കവേറ്റർ ഓപ്പറേറ്ററായ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ, സർവേയറായ ഉത്തർപ്രദേശ് സ്വദേശി അസറുദ്ദീൻ അൻസാരി എന്നീ 3 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി എംബാമിങ്ങിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പിന്നീട് മൃതദേഹങ്ങൾ അതത് സംസ്ഥാനങ്ങളിലേക്ക് അയക്കും. മണ്ണിടിച്ചിലിൽ ഇതുവരെ 6 പേരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത്. കനത്ത മഴയും കോടമഞ്ഞും തിരച്ചിൽ ദുഷ്കരമാക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കള്ളാടിയിലെ ദുരന്ത ഭൂമിയിലെത്തി. ഈ പദ്ധതിയുടെ ഭാഗമായി നീക്കിയ മണ്ണിൽ നല്ല ഭാഗം അവിടെ ഒരു കൂനിയായി കിടക്കുന്നുണ്ട്. ആ മണ്ണ് ആകെ ഒലിച്ചു പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അതവിടെ ബാക്കിയാവില്ലല്ലോ. നല്ലതുപോലെ അവിടെ കൂനിയായി കിടക്കുന്നുണ്ട്. സുരക്ഷിതമായ സമയത്ത് തുരങ്കപാതയ്ക്ക് സമീപമുള്ള മൺകൂനകൾ മാറ്റുമെന്ന് മന്ത്രി T സിദ്ദിഖ് പറഞ്ഞു. മഴ പെയ്യുമ്പോൾ മണ്ണ് മാറ്റാൻ പറ്റില്ലെന്നും മന്ത്രി അറിയിച്ചു. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് എന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ദുരന്ത കാരണമറിയാൻ അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നും മന്ത്രി. ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കരാർ കമ്പനി പറയുന്നതിൽ അവ്യക്തതയുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മണ്ണ് മാറ്റാൻ കമ്പനിയോട് പലതവണ ആവശ്യപ്പെട്ടതാണെന്നും മന്ത്രി PK ബഷീർ പറഞ്ഞു. ചൂരൽമല പ്രദേശത്തേക്ക് പോകുന്നവർക്ക് യാത്രാ പ്രശ്നം ഉണ്ടാകില്ല. ആവശ്യത്തിനുള്ള മരുന്ന്, ഡോക്ടർ, നഴ്സ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ചൂരൽമലക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. മഴ തുടരുകയാണെങ്കിൽ റേഷൻ അനുവദിക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം മണ്ണിടിച്ചിലിൽ അകപ്പെട്ടവരെ തിരയുന്നത് തുടരും. അമൃത ന്യൂസ്, വയനാട്. വയനാട്ടിലെ മഴ മുന്നറിയിപ്പ് അവഗണിച്ചുവെന്നും തയ്യാറെടുപ്പുകൾ നടത്തിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇത് ഗുരുതര വീഴ്ചയാണ്. അതിതീവ്ര മഴയുണ്ടായിട്ടും അപകട മുന്നറിയിപ്പ് നൽകിയില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി നീക്കിയ മണ്ണിൽ നല്ല ഭാഗം അവിടെ ഒരു കൂനിയായി കിടക്കുന്നുണ്ട്. അപ്പോ ആ മണ്ണ് ആകെ ഒലിച്ചു പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അതവിടെ ബാക്കിയാവില്ലല്ലോ. നല്ലതുപോലെ വയനാട് കള്ളാടി ദുരന്തത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കോടതി സ്വമേധയാ എടുത്ത കേസ് നാളെ പരിഗണിക്കാനിരിക്കെയാണ് റിപ്പോർട്ട് തേടിയത്. സർക്കാർ നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മുൻകൂട്ടി അറിഞ്ഞ് ജീവനുകൾ രക്ഷിക്കാനുള്ള ഗവേഷണം തുടരുകയാണ് അമൃത വിശ്വവിദ്യാപീഠം. അമൃത വികസിപ്പിച്ച ലാൻഡ് സ്ലൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റമാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷിച്ച് വിജയിച്ചത് മൂന്നാറിലാണ്. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശം അമൃത സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ധർ പ്രദേശത്ത് സന്ദർശനം നടത്തിയിരുന്നു. വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിൽ സൗജന്യമായി ഈ സംവിധാനം സ്ഥാപിക്കാൻ അമൃത സർവകലാശാല അനുമതി തേടി. പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകിക്കൊണ്ട് ഇടതുമുന്നണി സർക്കാർ നടപടി സ്വീകരിക്കുകയും ചെയ്തു. സാങ്കേതിക നിബന്ധനകളെ ചൊല്ലിയുള്ള ചർച്ചകൾ നീണ്ടുപോയതാണ് പദ്ധതി യഥാസമയം നടപ്പിലാക്കുന്നതിന് തടസ്സമായത്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പലതവണ അമൃത വാർത്തകൾ നൽകിയിരുന്നു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ജൂലൈയിൽ നൽകിയ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി. അമൃത വിശ്വവിദ്യാപീഠം 2006 മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായുള്ള പദ്ധതി ആരംഭിച്ചത്. 2009 മുതൽ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി. മണ്ണിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റ വളരെ വേഗത്തിൽ അപഗ്രഥിച്ചാണ് മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകുന്നത്.
അമൃത വിശ്വവിദ്യാപീഠം പ്രോവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശിന്റെ നേതൃത്വത്തിൽ 15ഓളം അംഗങ്ങളാണ് അമൃതപുരി കേന്ദ്രീകരിച്ച് ഇതിനായി പ്രവർത്തിക്കുന്നത്. അതിനുള്ള എല്ലാ ഫണ്ടും തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത് ആശ്രമമാണ്. ആശ്രമത്തിൽ നിന്ന് ഉള്ള ഫണ്ടും അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഫണ്ടോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. 2006 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏകദേശം 2009 മൊത്തം പ്രോജക്റ്റ് ഡിപ്ലോയ് ചെയ്തത്. 2009 എല്ലാ സെൻസേഴ്സും ഏകദേശം 21 മീറ്ററോളം അടിയിലായിട്ട് പല പല ലെയറിലായിട്ടാണ് നമ്മൾ സെൻസേഴ്സ് ഇട്ടേക്കുന്നത്. അത് അവിടുന്ന് ആ സെൻസേഴ്സിൽ നിന്ന് തരംഗങ്ങൾ ഡേറ്റ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കും. റിയൽ ടൈമിൽ നമുക്ക് ഡേറ്റ കിട്ടുന്നുണ്ട്. ഈ ഡേറ്റ എടുത്തിട്ട് നമ്മൾ AI മോഡൽസ് വെച്ചിട്ട് ആണ് അതിനെ പഠിച്ചിട്ട് അതനുസരിച്ച് നമ്മൾ ഇത് വരാൻ പോകുന്നോ ഇല്ലയോ എന്നുള്ള 7 തരം പാരാമീറ്ററുകൾ ഉപയോഗിച്ചാണ് നമ്മളത് നോക്കിയിട്ട് അതിന് കൊടുക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സെക്രട്ടറിക്കാണ് ഉരുൾപൊട്ടൽ സാധ്യതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അവർ അതനുസരിച്ചുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് ജനങ്ങൾക്ക് വേണ്ട സുരക്ഷയൊരുക്കും, നിർദ്ദേശങ്ങൾ നൽകും. കാലോചിതമായി പരിഷ്കരിച്ച സാങ്കേതിക വിദ്യകളാണ് അമൃത വിശ്വവിദ്യാപീഠം ഇതിനായി ഉപയോഗിക്കുന്നത്. 2009, 11, 13, 17, 18, 20, 21, 24, 25 എല്ലാ വർഷങ്ങളിലും നമ്മൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 24 അവിടുത്തെ സബ് കളക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ വാണിംഗ് കൊടുത്ത കാരണം ജനങ്ങളെ രക്ഷിക്കാൻ പറ്റിയെന്ന്. നമ്മുടെ വാണിങ്ങിന് ശേഷമാണ് ഏകദേശം 27ഓളം ലാൻഡ് സ്ലൈഡാണ് മൂന്നാറിലും സംഭവിച്ചത്. ഇതേ സമയമാണ് നമുക്ക് വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. അവിടെ സെൻസറില്ല, ഇവിടെ സെൻസറുണ്ട്, വ്യത്യാസമുണ്ട്. കേരളത്തിന് പുറത്തും ഇപ്പോൾ സമാനമായ മുന്നറിയിപ്പ് സിസ്റ്റം വിപുലീകരിച്ചിട്ടുണ്ട്. 2018 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മുന്നറിയിപ്പ് സംവിധാനത്തെ പരിചയപ്പെടുത്തിയിരുന്നു. നമുക്ക് ഇവിടെ കൂടാതെ നമ്മൾ സിക്കിമിൽ ചാന്ദ്മാരി ഗാംഗ്ടോക്കിൽ നമ്മളിതേ സെൻസർ സിസ്റ്റം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലും മറ്റ് സ്ഥലങ്ങളായ കർണാടക, ഒഡീസ, ഹിമാചൽ പ്രദേശ് സ്ഥലങ്ങളിലും ഇടാനായിട്ടുള്ള അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, ജിയോഗ്രഫി, ജിയോളജി, AI തുടങ്ങി നിരവധി വിഷയങ്ങളിൽ പരിചയസമ്പന്നരായ വ്യക്തികളാണ് ഈ സംവിധാനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഓരോ വർഷവും വയർലെസ് സെൻസർ നെറ്റ്വർക്ക് വാർണിംഗ് സിസ്റ്റം കൂടുതൽ കാര്യക്ഷമമാക്കിയാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ മുന്നറിയിപ്പ് സംവിധാനം പ്രവർത്തിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിൽ സൈനിക സുരക്ഷാ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഏകോപന യോഗം ചേർന്നു. നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളും ദേശീയ സുരക്ഷയും വിലയിരുത്താനും വിവിധ സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമാണ് യോഗം ചേർന്നത്. യോഗത്തിൽ നിലവിലെ ഘട്ടത്തിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. വിവിധ സൈനിക സുരക്ഷാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സംയോജിത പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു. കൂടാതെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സൈനിക സുരക്ഷാ വിഭാഗങ്ങൾ തമ്മിലുള്ള ഉത്തരവാദിത്വങ്ങൾ ഏകോപിപ്പിക്കുകയും സംയുക്ത പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത യോഗം ചർച്ച ചെയ്തു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും പൊതുജനങ്ങളുടെ സുരക്ഷിതത്വവും കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഏകോപന യോഗങ്ങൾ തുടരുന്നത് എന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ കുവൈറ്റിലെത്തി. ഉഭയകക്ഷി ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും കൂടുതൽ ശക്തമാക്കാനുള്ള ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. അമീരി വിമാനത്താവളത്തിൽ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ പ്രസിഡന്റിനെ ഊഷ്മളമായി സ്വീകരിച്ചു. UAE ഉപരാഷ്ട്രപതിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ, ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് സൈഫ് ബിൻ സായിദ് അൽ നഹിയാൻ എന്നിവർ ഉൾപ്പെടെ UAEയിലെ മുതിർന്ന നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. കുവൈറ്റ് കിരീടാവകാശി, പ്രധാനമന്ത്രി, മന്ത്രിമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. UAEയും കുവൈറ്റും തമ്മിലുള്ള ചരിത്രപരമായ സൗഹൃദ ബന്ധവും സാമ്പത്തിക നിക്ഷേപ വികസന മേഖലകളിലെ ഉഭയകക്ഷി സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. കാനഡയും സൗദി അറേബ്യയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ വിലയിരുത്തുന്നതിനും ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്താനുമായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഔദ്യോഗിക സന്ദർശനത്തിനായി ജിദ്ദയിലെത്തി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ജിദ്ദയിലെത്തിയത്. കഴിഞ്ഞ 26 വർഷത്തിനിടെ ഒരു കനേഡിയൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. വിഷൻ 2030 പദ്ധതികളുടെ ഭാഗമായുള്ള ഹരിത ഊർജം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഖനനം, കൃഷി, സുസ്ഥിര വികസനം, ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിൽ കനേഡിയൻ നിക്ഷേപവും സാങ്കേതിക പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് സന്ദർശന വേളയിൽ വിപുലമായ ചർച്ചകൾ നടക്കും.
ജീവനക്കാരുടെ ക്ഷേമത്തിനും സന്തോഷത്തിനും തൊഴിൽ സ്വകാര്യ ജീവിത സന്തുലിതാവസ്ഥയ്ക്കും പ്രാധാന്യം നൽകി ദുബായ് എമിഗ്രേഷൻ ഹാപ്പിനെസ് ഇൻ ട്രാവൽ എന്ന പേരിൽ പ്രത്യേക ട്രാവൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. തൊഴിൽ ജീവിതവും വ്യക്തിജീവിതവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം കൂടുതൽ പോസിറ്റീവായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം ഒരുക്കിയത്. പ്രമുഖ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ, പ്രശസ്ത ഹോട്ടൽ ശൃംഖലകൾ, മുൻനിര ട്രാവൽ ആൻഡ് ടൂറിസം സ്ഥാപനങ്ങൾ എന്നിവ പങ്കെടുത്ത മേളയിൽ ദുബായ് ഇമിഗ്രേഷനിലെയും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്കായി പ്രത്യേക യാത്രാ ഓഫറുകളും ആകർഷകമായ ആനുകൂല്യങ്ങളും അവതരിപ്പിച്ചു. ജീവനക്കാരുടെ സന്തോഷത്തിനും മാനസിക ഉല്ലാസത്തിനും മുൻഗണന നൽകുന്ന തൊഴിൽ സംസ്കാരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ സംരംഭമെന്ന് ദുബായ് ഇമിഗ്രേഷൻ അധികൃതർ വ്യക്തമാക്കി. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയും ദുബായ് ടാക്സി കമ്പനിയും സംയുക്തമായി ഇലക്ട്രിക് ടാക്സികൾക്കായുള്ള ആദ്യ അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് ഹബ്ബ് ഉദ്ഘാടനം ചെയ്തു. മുഹൈസൈൻ 4-ലെ ദുബായ് ടാക്സി കമ്പനിയുടെ ആസ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഹബ്ബിൽ 360 കിലോ വാട്ട് ശേഷിയുള്ള 24 അത്യാധുനിക അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് പോയിന്റുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ദുബായിലെ ഇലക്ട്രിക് ടാക്സി ശൃംഖല കൂടുതൽ വിപുലീകരിക്കുന്നതിനും ഹരിത ഗതാഗതത്തിന് വേഗം കൂട്ടുന്നതിനുമുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഈ സംരംഭത്തെ വിലയിരുത്തുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യമായ ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിച്ച് ശുദ്ധ ഊർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്ന ദുബായിയുടെ ദീർഘകാല ലക്ഷ്യത്തിനും ഈ പദ്ധതി കരുത്തേകും. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനും സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ദുബായിയുടെ ശ്രമങ്ങൾക്ക് ഈ ചാർജിംഗ് ഹബ്ബ് കൂടുതൽ ഊർജ്ജം പകരുമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ ഫർവാനിയ, അൽ മുത്ല എന്നിവിടങ്ങളിൽ നടന്ന വ്യത്യസ്ത സുരക്ഷാ പരിശോധനകളിൽ പ്രാദേശികമായി നിർമ്മിച്ച മദ്യവും കഞ്ചാവും പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 4 പ്രവാസികളെ കുവൈറ്റിൽ നിന്ന് നാടുകടത്താൻ ഉത്തരവിട്ടു. പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹർവാനിയയിൽ നടന്ന പരിശോധനയിൽ പ്രാദേശികമായി നിർമ്മിച്ച 7 കുപ്പി മദ്യവുമായി 2 പ്രവാസികളെയാണ് സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തത്. തുടർന്ന് അൽ മുത്ലയിൽ നടത്തിയ മറ്റൊരു ഓപ്പറേഷനിൽ 2 പാക്കറ്റ് കഞ്ചാവുമായി മറ്റ് 2 പ്രവാസികളെയും അധികൃതർ കസ്റ്റഡിയിലെടുത്തു. വേനൽക്കാലത്ത് വാഹനങ്ങൾക്കുള്ളിൽ തീ പിടിക്കുന്ന വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനെതിരെ സൗദി ട്രാഫിക് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഉയർന്ന താപനില തീപിടുത്തത്തിനോ സ്ഫോടനത്തിനോ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഇത് ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും ട്രാഫിക് പോലീസ് പറഞ്ഞു. ചൂടുള്ള കാലാവസ്ഥയിൽ കാറിനുള്ളിൽ വെക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഗ്യാസ് സിലിണ്ടറുകൾ, പെർഫ്യൂമുകൾ, മൊബൈൽ ഉപകരണങ്ങൾ, ലൈറ്റുകൾ, ബാറ്ററികൾ, പവർ ബാങ്കുകൾ എന്നിവ ഉൾപ്പെടുന്നതായി ട്രാഫിക് പോലീസ് വിശദീകരിച്ചു. സൗദിയിലെ അൽ ബാഹയിൽ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടത്തിയ യുവതികൾ ഉൾപ്പെട്ട 7 അംഗ സംഘത്തെ അൽ ബാഹ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ എല്ലാവരും പ്രവാസികളാണ്. സാമൂഹിക സുരക്ഷ, മനുഷ്യക്കടത്ത് വിരുദ്ധ വിഭാഗവുമായി സഹകരിച്ചാണ് സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി പോലീസ് അറിയിച്ചു. 38 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന കേളി സനയ്യ അർബൈൻ ഏരിയ കമ്മിറ്റി അംഗം രാജൻ PK-ക്ക് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. റിയാദിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ അലുമിനിയം ഫാബ്രിക്കേറ്ററായി സേവനം ചെയ്തു വരികയായിരുന്നു രാജൻ. പാലക്കാട് ജില്ലാ തൃത്താല സ്വദേശിയാണ് അദ്ദേഹം. കേളി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് ജോർജ് അധ്യക്ഷനായി. സീബ കൂവോട്, ജാഫർ ഖാൻ, രാജൻ PK തുടങ്ങിയവർ ആശംസകൾ നേർന്നു. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പ് സെമി ഫൈനലിന്റെ ആവർത്തനമാണ് ഇത്തവണത്തെ ആദ്യ ക്വാർട്ടർ ഫൈനൽ. ഇന്ന് 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടുമ്പോൾ ആരാധകർക്ക് നെഞ്ചിടിപ്പാണ്. അന്നത്തെ തോൽവിക്ക് പകരം വീട്ടാൻ മൊറോക്കോയും തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ഫ്രാൻസും ഇറങ്ങുമ്പോൾ വാശിയേറിയ പോരാട്ടമായിരിക്കും നടക്കുക. കിരീടം പ്രതീക്ഷിക്കുന്ന ടീമുകളിലൊന്നാണ് ഫ്രാൻസ്. ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ നേരിടുമ്പോൾ വെല്ലുവിളികൾ ഏറെയാണ്. ശക്തരായ പോർച്ചുഗലിനെ ഉൾപ്പെടെ അട്ടിമറിച്ച ചരിത്രമുള്ള മൊറോക്കോയെ ഫ്രാൻസിന് അത്ര നിസ്സാരമായി കാണാനാകില്ല.
ബോസ്റ്റണിലെ മസാച്യുസെറ്റ്സിലെ ഫോക്സ്ബറോ സ്റ്റേഡിയത്തിലാണ് തീപാറും പോരാട്ടം നടക്കുക. പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ പരാഗ്വേയെ തോൽപ്പിച്ചാണ് ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. കിലിയൻ എംബാപ്പയുടെ പെനൽറ്റി ഗോളിലാണ് പരാഗ്വയെ മറികടന്നത്. തകർപ്പൻ മുന്നേറ്റ നിരയിലൂടെ എതിരാളികളുടെ പ്രതിരോധത്തെ തകർക്കാൻ കഴിവുള്ള ടീമാണ് ഫ്രാൻസിന്. 2018 ചാമ്പ്യന്മാരായ ഫ്രാൻസ് 2022 ലോകകപ്പിൽ ഫൈനലിൽ അർജന്റീനയോട് പെനൽറ്റി ഷൂട്ടൌട്ടിലാണ് തോൽവി അറിഞ്ഞത്. ഇത്തവണ ഗ്രൂപ്പ് ഐയിൽ ഉൾപ്പെട്ട ഫ്രാൻസ് കളിച്ച 3 മത്സരത്തിലും കിടിലൻ ജയത്തോടെയാണ് റൗണ്ട് 32 കടന്നത്. ഈ ലോകകപ്പിൽ തോൽവി അറിയാതെയാണ് മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിലെത്തിയത്. ഇത്തവണ പ്രീ ക്വാർട്ടറിൽ കാനഡയെ പരാജയപ്പെടുത്തിയാണ് മൊറോക്കോ അവസാന 8 യോഗ്യത നേടിയത്. അറ്റ്ലസ് ലയൺസ് എന്നറിയപ്പെടുന്ന മൊറോക്കോ കാനഡയ്ക്കെതിരെ മികച്ച കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളാണ് പുറത്തെടുത്തത്. അസദീൻ ഒനാഹിയുടെ ഇരട്ട ഗോളുകളായിരുന്നു അവരുടെ വിജയത്തിൽ നിർണായകമായത്. ക്യാപ്റ്റൻ ഹക്കീമിയുടെ മിന്നും ഫോമിലാണ് മൊറോക്കോയുടെ പ്രതീക്ഷ. റയൽ മാഡ്രിഡ് താരം ബ്രാഹിം ഡയസും ഗോൾ കീപ്പർ യാസിൻ ബോനോയും മിന്നും ഫോമിലുള്ളത് മൊറോക്കോയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. 2022 ലോകകപ്പ് സെമി ഫൈനലിന്റെ ആവർത്തനമാണ് ഈ മത്സരം. ഫ്രാൻസിനോട് ഏറ്റുമുട്ടിയ മൊറോക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് തോൽവി വഴങ്ങിയത്. അന്നത്തെ തോൽവിക്ക് പകരം വീട്ടാൻ മൊറോക്കോയും തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ഫ്രാൻസും ഇറങ്ങുമ്പോൾ ക്വാർട്ടർ ഫൈനലിൽ വാശിയേറിയ പോരാട്ടമായിരിക്കും നടക്കുക. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.